ഏരിയ ഓഫ് കൺസേൺ ഈ വെൽനസ് ആൻഡ് ക്ലിനിക്കൽ സർവീസസ്. നമുക്ക് എല്ലാവർക്കും അറിയാം 12 പാക്കേജ് ആണ് ഒരു HWCയിൽ പറയുന്നത്. ഈ 12 പാക്കേജില് 7 പാക്കേജ് നിർബന്ധമായിട്ട് ഒരു HWC NQS പോവുകയാണെങ്കിൽ അതിൽ 7 എണ്ണം മാൻഡേറ്ററി ആണ്. 7 പാക്കേജെങ്കിലും മിനിമം എടുത്താൽ മാത്രമേ അവർക്ക് NQS വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതല്ല, അതിന് കൂടെ അഡീഷണൽ 5 പാക്കേജും കൊണ്ടാണ് 12 പാക്കേജ് പോകുന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു നമ്മുടെ സ്ഥാപനം NQS അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പൊ 12 പാക്കേജും ആ സർവീസും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ബെനിഫിറ്റും നമുക്ക് കിട്ടുന്ന ഇൻസെന്റീവ് നമുക്ക് എന്ത് ചെയ്യും കൂടുതൽ കിട്ടും. അപ്പം എല്ലാം ജസ്റ്റ് പാസ് എന്ന രൂപത്തിൽ പാക്കേജ് മാത്രം എടുത്തിട്ടാണ് പോകാറ്. പക്ഷെ നമുക്ക് കഴിയുമെങ്കിലും ഇപ്പൊ ആ HWCയിൽ ആ ടീമിന് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 12 പാക്കേജും എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇതിലേക്ക് വരുമ്പോൾ 18 സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഈ കാറ്റഗറിയിൽ. ക്ലിനിക്കൽ സർവീസസിൽ വരുമ്പോൾ ഈ 18 കാറ്റഗറിയിലും നമുക്ക് അതിനനുസരിച്ചുള്ള മെഷർമെന്റും ചെക്ക് പോയിന്റ്സ് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ ഓരോ സ്റ്റാൻഡേർഡ്സ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 18 സ്റ്റാൻഡേർഡ്സിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡിവൈഡ് നോക്കാം. ഇപ്പം E1 to E7 അത് പൊതുവായിട്ട് പറയുന്നത് ജനറൽ ക്ലിനിക്കൽ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, അസസ്മെന്റ്, റീഅസസ്മെന്റ്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ, മെഡിക്കൽ സേഫ്റ്റി, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്, നേഴ്സിംഗ് കെയർ, ഡയഗ്നോസ്റ്റിക് സർവീസസ്, MN സർവീസസ്, പിന്നെ അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് E1 to E7 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സിൽ പൊതുവായിട്ട് വരുന്നത്. ഇനി E8 to E12 ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റൻഡഡ് പാക്കേജ് ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ 7 പാക്കേജ് കൂടാതെ അഡീഷണൽ വരുന്ന 5 പാക്കേജാണ് E8 E12 വരുന്നത്. ഇത് ഒരു NQSന് പോകാൻ കമ്പൽസറി അല്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതും കൂടി പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കംപ്ലീറ്റ്ലി 12 പാക്കേജസ് കൂടി നമ്മൾ NQSന് വേണ്ടി പോകാൻ നമ്മൾ തയ്യാറാവേണ്ടത്. ഇപ്പൊ E8 E12 എന്ന് പറയുന്ന ഈ പാക്കേജിൽ ഈ 5 സ്റ്റാൻഡേർഡ്സിൽ പൊതുവായിട്ട് കവർ ചെയ്യുന്നത് ഒഫ്താൽമിക്, ഓറൽ, ENT, മെന്റൽ ഹെൽത്ത്, IDSP, എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയർ, അങ്ങനെയൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്. E13 to E18 പൊതുവായിട്ട് വരുന്നത് ഈ RMNC ആക്ടിവിറ്റീസ് ആണ്. അതായത് ആന്റിനെറ്റൽ കെയർ, ഇൻട്രാനെറ്റൽ കെയർ, പോസ്റ്റ് നെറ്റൽ കെയർ, ന്യൂ ബോൺ കെയർ, ചൈൽഡ് ഹെൽത്ത് വരും, അഡലസന്റ് ഹെൽത്ത്, പിന്നെ ഫാമിലി പ്ലാനിങ്. അപ്പൊ മൊത്തം അങ്ങനെ 18 സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ക്ലിനിക്കൽ സർവീസസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, E1 to E7 നമ്മൾ പൊതുവായിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള അതിൽ വരുന്ന ജനറൽ ക്ലിനിക്കൽ സർവീസസ്. E8 to E12 വരുന്നത് എക്സ്റ്റൻഡഡ് പാക്കേജ്, ഒഫ്താല്, ENT, ഓറൽ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ E13 to E18 കവർ ചെയ്യുന്നത് നമ്മുടെ RMC ആക്ടിവിറ്റീസ്. അതായിരിക്കും നിങ്ങൾ HWCയിൽ നേരത്തെ ഇപ്പോൾ സബ് സെൻട്രൽ ലെവൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഈ ഒരു ആന്റിനേറ്റൽ കെയർ, ന്യൂ ബോൺ കെയർ, ഇൻഫന്റ് കെയർ, ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പം ഞാൻ ഇപ്പം ഇതിൽ ഓരോന്നായിട്ട് ഇപ്പം നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ E1 to E7 കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ജനറൽ ക്ലിനിക്കൽ സർവീസസ്. അപ്പൊ അതിൽ ഇപ്പം E1 ഫെസിലിറ്റി ആസ് ഡിഫൈൻ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ക്ലിനിക്കൽ അസസ്മെന്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ്. ഞാനിത് വീണ്ടും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ കാണുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ HWCയിൽ അവിടെ വരുന്ന രോഗികള്, അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അവരുടെ ക്ലിനിക്കൽ അസസ്മെന്റ്, പേഷ്യൻസിന് പ്രീ ചെക്കപ്പ്, ഇതൊക്കെയാണ് പൊതുവായിട്ട് E1 വരുന്നത്. പിന്നെ E2 ഇതിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പിന്നെ റെഫറൽ സർവീസ്, 2 റെഫറലുണ്ട്. ഒരു പേഷ്യന്റ് നിങ്ങൾ ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്യുന്നു, ഹയർ സെന്ററിന് ആ പേഷ്യന്റിനെ തിരിച്ച് നിങ്ങൾ HWCയിലേക്ക് എന്ത് ചെയ്യുന്നു, ബാക്ക് റെഫറൽ ചെയ്യുന്നു. അതാണ് പൊതുവായി E2 വരുന്നത്. E3 വരുന്നതോ ഡയഗ്നോസ്റ്റിക് സർവീസസ് ആണ്. അത് ലാബ് മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ E4 വരുന്നത് എന്താണ്, ഡിഫൈൻ പ്രൊസീജിയർ ഫോർ സേഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അത് അവിടെയാണ് നമ്മളെ ഒരു പേഷ്യൻസിന് HWCയിൽ കൊടുക്കുന്ന മെഡിസിനും മറ്റനുബന്ധ ഡ്രഗ് കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടാണ് E4 വരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു അസസർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾ HWCയിൽ എത്ര മെഡിസിൻസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇപ്പം കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ഒരു HWCയിൽ ഏകദേശം 104ഓളം മെഡിസിൻസ് എന്ത് ചെയ്യുന്നുണ്ട്,
അവർ HWC കൊടുക്കുക. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഇതനുസരിച്ച് നമുക്കത് വളരെ കുറച്ച് ഡ്രഗ്, 36 ഡ്രഗ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ HWC കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആ കൊടുക്കുന്ന മെഡിസിന് അത് എന്ത് അസുഖത്തിനാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഏത് ഓറൽ റൂട്ടാണ് കൊടുക്കുന്നത്, പെരട്ടാനുള്ള മരുന്ന്, അപ്പൊ അതിനെക്കുറിച്ചുള്ള ധാരണ, അതിനെക്കുറിച്ചുള്ള പ്രോട്ടോകോൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് ഈ ഫയൽ വരുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്, പിന്നെ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്. അതായത് ഓരോ അസുഖത്തിനും അതിന്റെ പറയുന്ന ആ ട്രീറ്റ്മെന്റ് ഗൈഡൻസ് നിന്നിട്ട് തന്നെയാണോ നിങ്ങൾ അതിന് മെഡിസിൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് തന്നെയാണോ ആ രോഗിക്കുള്ള സേവനം കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു അസസ്മെന്റ്, നിങ്ങളുടെ HWCയിൽ അസസ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം ആ അസുഖത്തിലുള്ള പേഷ്യൻസ് അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സ്വാഭാവികമായിട്ട് അസസർ എന്താ ചോദിക്കുക, ഓക്കെ ഇന്ന അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ഗൈഡൻസ് എന്താണ്, ഇത് നിങ്ങൾ എങ്ങനെയാണ് ഈ കേസിന് ഇവിടെ ഒരു HWC ലെവലിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പം അത് സ്റ്റാഫ് ഇന്റർവ്യൂവിൽ വരും. പിന്നെ പിന്നെ നിങ്ങൾ റെക്കോർഡ് റിവ്യൂ എടുത്ത് നോക്കിയിട്ട് ഇവിടെ ഈ ക്ലിനിക്കൽ സർവീസ് ബേസിൽ ഇവിടെ എത്ര രോഗികൾ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തെല്ലാം കെയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൊതുവായിട്ട് ഈ ക്ലിനിക്കൽ സർവീസിൽ മെയിൻ ആയിട്ട് അവർ അസസ് ചെയ്യാൻ പോകുന്നത് ഈ മെയിൻ 2 ചെക്ക്, സ്റ്റാഫ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ക്ലയന്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ റെക്കോർഡ് റിവ്യൂ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ ക്ലിനിക്കൽ സർവീസിന്റെ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ നോളേജ് ആയിരിക്കും അതിനെ അസസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങൾ റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ അത് ആ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണോ ചെയ്യുന്നത് ആ നോളേജ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് 6 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഫൈൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ഫോർ നഴ്സിംഗ് കെയർ. നഴ്സിംഗ് കെയറിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഡ്രസ്സിങ്, നിങ്ങൾ ഇപ്പോൾ ഒരു ഫോളിസ് കാത്തറ്റർ മാറ്റി കൊടുക്കുക HWCയിൽ വെച്ചിട്ട്, അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുന്ന നഴ്സിംഗ് കെയർ കറക്റ്റ് ആണോ, അത് പക്ക നിങ്ങളുടെ പ്രോട്ടോകോൾ പ്രകാരമാണോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ സാധാരണ അപ്പം അത് പ്രകാരം ആ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫെക്ഷൻ വരാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ ഹൈജീൻ പ്രാക്ടീസസ് കറക്റ്റ് ആണോ, ഇതൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങളെ അവിടെ വെച്ച് നിങ്ങൾ വിലയിരുത്തും. ഈ 7ലേക്ക് വരുമ്പോൾ ആ സ്ഥാപനത്തിന് ഒരു എമർജൻസി കെയർ മാനേജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവിടെ ഒരു നിങ്ങളുടെ HWC അടുത്തുള്ള കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള വാർഡുകളിൽ നിന്നോ ആരെങ്കിലും ജസ്റ്റ് ഒരു സൈക്കിളിൽ നിന്നോ ബൈക്കിൽ നിന്നോ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ബോധമില്ലാതെ എടുത്ത് പെട്ടെന്ന് നിങ്ങൾ അടുത്ത സബ്സെറ്റിലേക്ക് അവർ എടുത്ത് കൊണ്ടുവരിക, ആ സമയത്ത് നിങ്ങൾക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് കുറിച്ച് അറിയോ, അത് പ്രോട്ടോകോൾ അറിയോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്. അവർ നിങ്ങളോട് ഈ എമർജൻസി കെയർ എന്ന് വരുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു എമർജൻസി പേഷ്യൻ വന്നോളുന്ന ഒരു നിർബന്ധമില്ലല്ലോ, ഒരിക്കലും പറയാൻ പറ്റില്ല. ആ സമയത്ത് അവർ നിങ്ങളോട് ചോദിക്കുന്നത് BLS സൗകര്യം ഇവിടെ ഉണ്ടാവോ, നിങ്ങൾക്ക് അത് കൊടുക്കാൻ അറിയുമോ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രോട്ടോകോൾ, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ പൊതുവായിട്ട് ഈ സ്റ്റാൻഡേർഡ് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ E8 to E12 വരുന്നത് എക്സ്റ്റൻഡഡ് പാക്കേജ് ആണ്. അപ്പം ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട HWC ടീമിനോട് പറയാണ്, 7 പാക്കേജ് ആണ് മാൻഡേറ്ററി എങ്കിൽ പോലും നമുക്ക് കേരളത്തിൽ നമുക്ക് അത് എന്ത് ചെയ്യണം, 12 പാക്കേജ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് അസസ്മെന്റ് പോകാനുള്ള ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡപ്പ് ചെയ്ത് എടുക്കണം. ഇപ്പം E8 ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലത്തുള്ള ഒഫ്താൽമിക്, ENT, ഓറൽ, അതാണ് E8 വരുന്നത്. E9 വരുന്നത് എന്തൊക്കെയാണ്, പൊതുവായിട്ട് വരുന്നത് ബേസിക് സ്ക്രീനിങ് ഓഫ് മെന്റൽ ഹെൽത്ത് ഡിസീസിനെ കുറിച്ചിട്ടുള്ളതാണ് പൊതുവായിട്ട് E9 വരുന്നത്. E10 വരുമ്പോഴോ നമ്മൾക്ക് പൊതുവായി നിങ്ങൾ സബ്സെൻട്രൽ ISPY മാനേജ് കമ്മ്യൂണിറ്റി ഡിസീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ NVDC പ്രോഗ്രാം അടക്കമുള്ള കമ്മ്യൂണിറ്റി ഡിസീസ് പ്രോഗ്രാമിന്റെ ഇവാലുവേഷന് അതിന്റെ ക്ലിനിക്കൽ ഗൈഡൻസ് ഒക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, E10 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലൂടെ മെഷർമെന്റ് വെച്ച് നിങ്ങളുടെ നോളേജ് അവർ അസസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ലെവലിലേക്ക് വരുമ്പോൾ അതിൽ വരുന്നത് നമ്മൾ നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ E12 വരുന്നതോ എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിലവിൽ ഒരു HWCയിൽ സബ് സെന്ററിൽ നടക്കുന്ന കാര്യം, പക്ഷെ ഇതെല്ലാം നമ്മൾ ക്വാളിറ്റി കെയറിൽ പറയുന്ന സ്റ്റാൻഡേർഡ് തന്നെയാണോ നടക്കുന്നത്, അത് വെച്ചിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ആ ചെക്ക് ലിസ്റ്റ് വായിച്ചവരായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ആ കറക്റ്റ് റൂട്ട് തന്നെയാണോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്. E13 വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ E13
13 ടു ഈ 18 കവർ ചെയ്യുന്ന എന്താണ്, നമ്മളെ RMHCA പ്രോഗ്രാമാണ്. അതിൽ ആന്റിനേറ്റൽ കെയർ, പോസ്റ്റ് നേറ്റൽ കെയർ, ഇൻഫന്റ് കെയർ ഒക്കെ വരും. അപ്പോൾ ഈ 30 പൊതുവായിട്ട് വരുന്നത് ന്യൂ ബോൺ കെയർ, ഇൻഫന്റ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ആണ് വരുന്നത്. ഈ 40 വരുന്നതോ റിഗാർഡിങ് ഫാമിലി പ്ലാനിങ് കാര്യങ്ങളാണ് ഈ 40 വരുന്നത്. ഈ 15 എടുത്തു കഴിഞ്ഞാലോ നമുക്ക് റിപ്പോർട്ട് അഡൽസന്റ് ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പൊതുവായിട്ട് ഈ 50 വരുന്നത്. ഈ 16 മെയിൻ കെയറിന് ANC കെയർ ആണ്. ഈ 60 ഈ 70 ഇൻട്രാനെറ്റൽ കെയർ, ഈ 18 പോസ്റ്റ് നെറ്റൽ കെയർ. ഇങ്ങനെ 18 സ്റ്റാൻഡേർഡ്സ് ആണ് HWCയിൽ ഉള്ളത്. അത് 12 പാക്കേജ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാനിപ്പം ഇത്രയേ ഉള്ളൂ സത്യം പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ സർവീസസ്. ഇനി വരാൻ പോകുന്ന സ്ലൈഡിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടും പോവാം. അപ്പോൾ സ്റ്റാൻഡേർഡ് E1 എന്തൊക്കെ പറയുന്നത്? ദ ഫെസിലിറ്റി ഹാസ് ഡിഫൈൻ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ക്ലിൻ അസസ്മെന്റ് അസസ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇനി കുറച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് റൂട്ടീനായിട്ട് നിങ്ങളുടെ HWCകളിലോ നിങ്ങൾ വർക്ക് ചെയ്ത PHCയിലോ കാണുന്ന കാര്യങ്ങളാണ്. ഒരു സാധാരണയായിട്ട് ഒരാളവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യണം, അതിന്റെ പ്രീ ചെക്കപ്പ് ചെയ്യണം, അയാൾ എന്തിനാണ് വന്നത്, അസസ്മെന്റ്, ഇനി ഫോളോ അപ്പ് ഉള്ള പേഷ്യൻ്റ് ഫോളോ അപ്പ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു NCD പേഷ്യൻ്റ്, NCD ഡേ ഒരു പേഷ്യൻ്റ് പറഞ്ഞാൽ അത് ന്യൂ കേസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾ അവർക്ക് കാർഡ് കൊടുക്കുന്നു, അവർക്കൊരു നിങ്ങൾ NCD കാർഡിന് രജിസ്റ്റർ പറ്റുമെങ്കിൽ അവർക്ക് ഒരു യുണീക്ക് ID കൊടുക്കുന്നു, അവർക്ക് കഴിക്കുന്ന മെഡിസിൻ ഏതാണെന്ന് നിങ്ങൾ നോക്കുന്നു. ഇപ്പോൾ അവർ BP കൺട്രോൾ അല്ലെങ്കിൽ റീഅസസ്മെന്റ് ചെയ്തിട്ട് റെഫർ ചെയ്യേണ്ട കേസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, റെഫറൽ ഷീറ്റിൽ എന്ത് ചെയ്യും, ഇതൊക്കെ നിങ്ങൾ റൂട്ടീനായിട്ട് എന്ത് ചെയ്യുന്നതാണ് അവിടെ നടക്കുന്ന കാര്യം. അപ്പൊ E1 ഞാൻ വീണ്ടും പറയാണ്, റൂട്ടീനായിട്ട് ഒരു പേഷ്യന്റ് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. നിങ്ങൾ HWCയിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ അതിന് വന്ന് നിങ്ങൾ അവിടെ സ്വീകരിക്കുന്നു. ഒരു ഫ്രണ്ട് ഏരിയ ഉണ്ടാവും, ഒരു വെയിറ്റിംഗ് ഏരിയ, പിന്നെ ഒരു രജിസ്ട്രേഷൻ ഏരിയ, പിന്നെ ഒരു കൺസൾട്ടേഷൻ ഏരിയ. അപ്പോൾ ഇപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് വഴി തന്നെയാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ HWCയിലെ ക്ലിനിക്കൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ E1.1 എന്ന് പറഞ്ഞത് ഇതിൽ മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞാൽ വീണ്ടും എടുത്തു പറയാണ്, ഈ ക്ലിനിക്കൽ സർവീസസിൽ മെയിൻ ആയിട്ട് അവർ നോക്കല് റെക്കോർഡ് റിവ്യൂ ആൻഡ് സ്റ്റാഫ് ഇൻട്രോ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ HWCയിൽ എത്ര പോപ്പുലേഷൻ ആണ് ഉള്ളത്, അതിന്റെ ഡെമോഗ്രാഫിക് ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടോ, പിന്നെ ഏജ് വൈസ്, ഇപ്പം അഡൽസന്റ് ഏജ് ഗ്രൂപ്പ്, അതേപോലത്തെ ഓൾഡ് ഏജ്, ജിറിയാട്രിക് പോപ്പുലേഷൻ, ഇത് ഏജ് വൈസ് നിങ്ങളുടെ അടുത്തുള്ള ഡാറ്റ ഉണ്ടോ എന്ന് അവരെന്ത് ചെയ്യും, അവർ ചെക്ക് ചെയ്യും. പിന്നെ ഇതിൽ തന്നെ വരുന്നത് പോലെ എത്ര നമ്പർ ഓഫ് പ്രഗ്നന്റ് വുമൺ ഉണ്ട്, അവിടെ എത്ര ലൈവ് ബർത്ത് ഉണ്ട്, പിന്നെ എത്ര ആന്റിനേറ്റൽ ANC ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ട്, എലിജിബിൾ കപ്പിൾ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഈ റെക്കോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സബ് സെന്ററിൽ HWC ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ എന്തല്ല, ഇതൊരു യൂണിഫോമിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. അവിടെയാണ് ഈ ക്വാളിറ്റി കെയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന പോലത്തെ അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഡാറ്റ, ഇതൊന്നും നിങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ട ആവശ്യം, കാരണം എന്നെക്കാളും പല എക്സ്പീരിയൻസ് ഉള്ള പല സ്റ്റാഫുകളും ഇന്ന് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ സ്ലൈഡ് നിങ്ങൾ കാണുന്ന വിചാരിക്കുന്നു. ഇതൊക്കെ എന്താണ്, നിങ്ങളുടെ ഡാറ്റ ആണ്, നിങ്ങളുടെ സബ് സെന്ററിന്റെ HWCയുടെ കീഴിൽ വരുന്ന ഡാറ്റ റെഗുലർലി അപ്ഡേഷൻ. ഇനി E1.2, the facility has established procedure for registration and consultation in HWC. ഓരോ പേഷ്യന്റിനും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തില് പല സ്ഥാപനങ്ങളും HWC പല സ്ഥാപനങ്ങളും ഇന്ന് ഹെൽത്ത് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേഷ്യന്റ് വരുന്നു, അവർക്ക് ഒരു ആധാർ വെച്ചിട്ട് യുണീക്ക് ID കൊടുക്കുന്നു, അത് വെച്ചിട്ടാണ് ആ പേഷ്യന്റിന്റെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പ്രാവശ്യം പേഷ്യന്റിനെ കാണിക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹെൽത്ത് വന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേഷ്യന്റ് നമുക്ക് നമ്മൾ രജിസ്റ്റർ വെച്ചിട്ട് നമുക്ക് അവർക്ക് യുണീക്ക് ID കൊടുക്കാൻ കഴിയും. കാരണം എന്താണ്, ആ പേഷ്യന്റ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ID നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റിന്റെ
ബാക്ക് ഡാറ്റസ് എന്തിനാണ് ആ പേഷ്യൻ്റെ മുന്നേ വന്നിട്ടുള്ള ഡാറ്റ നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം, ഒരു അസസ്സർ നിങ്ങളുടെ സബ് സെൻറ്ററിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ NCD ഡാറ്റ എടുക്കാൻ പറയും, അല്ലെങ്കിൽ എത്ര ന്യൂ കേസ് ഉണ്ട്, എത്ര ഫോളോ അപ്പ് കേസ്. അപ്പം അങ്ങനെ ഒരു രജിസ്റ്റർ നിങ്ങൾ അവർ മുന്നിലേക്ക് എടുത്ത് ചോദിച്ച് തുറന്നു വെച്ച് കൊടുക്കുമ്പോൾ അല്ല ഫസ്റ്റ് നമ്പർ 1 2 3 4, അടുത്ത കോൾ എന്തായിരിക്കും, യൂണീക്ക് ഹെൽത്ത് ID നമ്പർ. ഫോർ എക്സാമ്പിൾ ജനുവരിയിലാണ് നമ്മളിത് തുടങ്ങുന്നെങ്കിൽ ജനുവരി ഇട്ടിട്ട് 01/01/2020, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, 2024. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ജനുവരിയിൽ മൊത്തം 0, അടുത്ത പേഷ്യൻ നമ്പർ 02/01 എന്ന് പറയുന്നത് എന്താണ്, ജനുവരി മാസം /2024. അപ്പം അങ്ങനെ നമ്പർ അത് ജനുവരിക്ക്. ഇനിയിപ്പോൾ അടുത്ത മാസം വരുമ്പോഴോ, ഫെബ്രുവരി വരുമ്പോഴോ 01/02. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ PSC ലെവലിലോ നിങ്ങൾക്ക് ഒരു യൂണീക്ക് ID നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പേഷ്യൻസിനോ ആ റേസിൽ കീപ്പ് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം ആ പേഷ്യൻ്റ് വരും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡാറ്റ എടുക്കാനും എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ കാർഡിൽ എഴുതി കൊടുക്കേണ്ട പേഷ്യൻ എന്നാണ് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണീക്ക് ID ആക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് റെഫറലും ആ പേഷ്യൻ്റെ പ്രീവിയസ് ഡാറ്റ കാണുന്നത് എന്തായിരിക്കും, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ വീണ്ടും പേഷ്യൻ്റ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ആർ റെക്കോർഡ് ഇൻ OPD രജിസ്റ്റേഴ്സ് ആൻഡ് പോർട്ടൽ. നമുക്കിപ്പോൾ SWBCയിൽ പോർട്ടൽ നമുക്ക് ആകെ ബാർസിസ് പോർട്ടൽ, HMIS പോർട്ടലൊക്കെ ഉള്ളു. പക്ഷേ നമുക്ക് ഒരു ക്ലിനിക്കൽ സർവീസിന് OPD സർവീസ് നമുക്ക് നിലവിൽ എന്തില്ല, SWBCയിൽ ഒരു ഹെൽത്ത് പോലൊരു സംഭവം നിലവിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ മെയിൻ റിവ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും, റെക്കോർഡ് റിവ്യൂ അല്ലെങ്കിൽ സ്റ്റാഫ് ഇൻ്റർവ്യൂ. നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അവരുടെ ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ഈ സ്ലൈഡ് കാണുന്നത് ദ ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർ OPD കൺസൾട്ടേഷൻ. അല്ലേ, ഒരു NCD പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ആൻറ്റിനേറ്റൽ മദറോ നിങ്ങൾ ക്ലിനിക്കിൽ വരുമ്പോൾ അവർക്ക് അവരുടെ സർവീസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടോ, അവരുടെ ചീഫ് കംപ്ലൈൻറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഹിസ്റ്ററി, അവരെങ്കിൽ എക്സാമ്പിൾ ഒരു ഗർഭിണിയാണെങ്കിൽ അവർ BP പരിശോധിക്കണം, അവർ HP നോക്കണം, അപ്പോൾ അവർ അബ്ഡൽ എക്സാമിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്ന റെഫർ ചെയ്യണം. അപ്പം ഇതിനൊക്കെ അവരെന്താ നോക്കുകയാണ്, ഈ നിങ്ങൾ ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റെഫറൽ സ്ലിപ്പ് ഉണ്ടോ, അത് നിങ്ങൾ റെഫർ രജിസ്റ്ററിൽ എഴുതുന്നുണ്ടോ നോക്കണം. ദ ഫെസിലിറ്റി സിസ്റ്റം ടു അണ്ടർടേക്ക് ഒപ്പീനിയൻ ഓഫ് ഇന്റർവ്യൂ ചോദിക്കാം, നിങ്ങൾ ചോദിക്കാം, ആ വരുന്ന അസസർ നിങ്ങളോട് ചോദിക്കും. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അവിടെ എക്സാമിൻ ചെയ്തു, ഹയർ റിസ്ക് ഫോർ എക്സാമ്പിൾ ഹയർ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾ ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ റെഫർ ചെയ്യുന്നത് റെഫറൻസിൽ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ നിങ്ങളെ കമ്മ്യൂണൽ ഡിസീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നോൺ കമ്മ്യൂണൽ ഡിസീസിന്റെ കാര്യം വന്നു, ഇതെല്ലാത്തിൻ്റെയും സിസ്റ്റം ഒന്നായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ പേഷ്യന്റ് വരുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവർ ഫോളോ അപ്പ് ചെയ്യുന്നു, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുന്ന കേസിനെ റെഫർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാത്തിനും ഈ ഒരു സിസ്റ്റം എല്ലാത്തിനും, ഇപ്പോൾ കമ്മ്യൂണൽ ഡിസീസ് ആണെങ്കിലും നോൺ കമ്മ്യൂണൽ ഡിസീസ് ആണെങ്കിലും അതേപോലെ തന്നെ ആർമൻസിച്ച് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇതിലൊക്കെ ഈ ഒരു സിസ്റ്റം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഒരു പേഷ്യന്റ് വരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, ഏതെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് റെഫർ ചെയ്യുന്നു, പിന്നെ അസസ് ചെയ്തിട്ട് ഇവർക്കുള്ള ആവശ്യമായ കെയർ കൊടുക്കണം. ഇത് നമ്മൾ എക്സ്റ്റൻഡൽ പാക്കേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്റ്റാൻഡേർഡ് E2 വരുന്നത് ഫെസിലിറ്റി ആസ് ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർ കണ്ടിന്യൂ കെയർ ത്രൂ 2-way റെഫറൽ സിസ്റ്റം. അപ്പോൾ നമുക്കൊരു പേഷ്യന്റിനെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു പേഷ്യന്റിനെ ഒരു NCD ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു ആൻറ്റിനൽ കേസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിനെ ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ പേഷ്യന്റ് അവർ എന്ത് ചെയ്യും, തിരിച്ച് ബാക്ക് റെഫറലായിട്ട് വീണ്ടും നിങ്ങൾ SWBCയിലേക്ക് അവർ അയക്കും. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ ട്രൈബൽ മൊബൈൽ യൂണിറ്റ് ഉണ്ട്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഉണ്ട്, RBSKയുടെ മൊബൈൽ യൂണിറ്റ്, ഇവരൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് ലിങ്കേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങും സപ്പോർട്ട് സർവീസൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അവർക്ക് അപ്പം നമുക്ക് അങ്ങനത്തെ എന്ത് ചെയ്യാം, കേസ് നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത് കണ്ടിന്യൂ ഓഫ് കെയർ എൻഷോർഡ് ഇൻ HWC. അപ്പോൾ നിങ്ങൾ ഇവരുമായി ലിങ്കേജ് ഉണ്ടോ, ഇതിനൊക്കെ നിങ്ങൾ എത്ര പേഷ്യൻസിനെ ഈ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്താവണം, റെക്കോർഡ് ഉണ്ടാവണം. അതേപോലെ തന്നെ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നത്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാന്, നിങ്ങൾ റെഫറൽ പ്ലാൻ, ഇതൊക്കെ ടെലി കൺസൾട്ട്, ഇതൊക്കെ എന്ത് ചെയ്യണം,
ഇതിനൊക്കെ നിങ്ങൾ കാണുന്ന ഓരോ പേഷ്യൻസിനും റെക്കോർഡ് ഇതിലൊക്കെ അവർ എന്ത് ചെയ്യാല് റെക്കോർഡ് ചോദിക്കല്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എല്ലാവരും ഈ സഞ്ജീവനിയിൽ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അവർ ചോദിക്കല് കഴിഞ്ഞ 6 മാസമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സബ് സെന്ററിൽ ഇപ്പോൾ ജൂണിലാണ് അസസ്മെന്റ് നടക്കാൻ പോകണമെങ്കിൽ അവർ പറയും മെയ്, ഏപ്രിൽ, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസത്തെ എത്ര പേഷ്യന്റ് നിങ്ങൾ ടെലികൺസൾട്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ റെക്കോർഡ് ബുക്ക് എടുത്തിട്ട് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അത് ആ അസസ്മെന്റ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ E2.2 ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, റെഫറൽ ആൻഡ് ബാക്ക് റെഫറൽ. അപ്പോൾ നിങ്ങൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, റെഫറൽ സ്ലിപ്പ് കീപ്പ് ചെയ്യണം. ഒരു പേഷ്യന്റിനെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ HWCയിൽ നിന്ന് ഒരു PHCയിലേക്കാണ് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ റെഫറൽ സ്ലിപ്പ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വിടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ റെഫറൽ രജിസ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവൈലബിലിറ്റി ഓഫ് സെപ്പറേറ്റ് കളർ കോഡ് റെഫറൽ സ്ലിപ്പ്. അപ്പോൾ കോഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഹൈ റിസ്ക് അല്ലെങ്കിൽ നോർമൽ പേഷ്യൻറ്റ്, അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അങ്ങനെ കളർ കോഡ് ഉണ്ടെങ്കിൽ അത് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒബ്സർവേഷൻ ആണ്, സ്റ്റാഫിൻ്റെ നിങ്ങളുടെ റെഫറൽ സ്ലിപ്പ് കാണിക്കൂ എന്ന് അസസർ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് സ്ലിപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഓക്കെ ഇത് അവർ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റാൻഡേർഡ് E3 diagnostic services. The facility has defined and established procedure of diagnostic services. അതിലെ മെഷർ എലമെന്റ് ഫസ്റ്റ് 3.1 വരുന്നത് the facility has established a procedure for laboratory diagnosis as per the guidelines. നിങ്ങൾ എല്ലാവർക്കും അറിയാം, നിങ്ങൾ HWCയിൽ എത്ര ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളത്, ഓരോ ടെസ്റ്റ് ചെയ്യാനുള്ള SOPs ഇവിടെ ഉണ്ടാവണം. അത് ഉറപ്പാണ്, അത് അവർ ചോദിച്ചിരിക്കും. എല്ലാ കിറ്റ് ആണെങ്കിലും ഓരോ കിറ്റ് നിങ്ങൾ അത് എങ്ങനെയാണ് ആ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നതിനുള്ള SOPs അവർ ഉറപ്പായിട്ടും അസസർ വന്നിട്ട് ചോദിക്കും. ഈ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിൽ സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ മെഷർമെന്റ് എലമെന്റ്സിൽ വരുന്ന ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും നിങ്ങളോട് ഓരോ ടെസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആ പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്നത്, അതൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് നിങ്ങളുടെ സബ് സെന്ററിൽ എന്തുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഉണ്ടാവും, പ്രിന്റർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ട് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ HWCയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ റെഡ് മാർക്ക് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാം. ആ പോയിന്റ് ചെക്ക് ദർ ഇസ് നോ ഇറാഷണൽ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് അവിടെ പനിയായിട്ട് വന്നു, നിങ്ങൾ HWCയിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡെങ്കു ടെസ്റ്റ് കാർഡ് വെച്ച് നോക്കാം. അപ്പം അത് നിങ്ങളുടെ ക്ലിനിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആ ടെസ്റ്റ് നടത്തുന്നത്. ഒരു കാരണവശാലും പനിയായി വന്ന പേഷ്യന്റ് വേറെ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന OP ടിക്കറ്റിന്റെ പ്രിസ്ക്രിപ്ഷന്റെ നിങ്ങൾ അവിടെ എടുത്തു വെക്കല്ലോ, ഓഡിറ്റ് നടത്തിയിട്ട്, പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ്. അപ്പം അതിൽ അവർ നോക്കും നിങ്ങൾ ഓരോ പേഷ്യന്റിനും അതിന്റെ പേഷ്യന്റെ പേര്, എന്താണ് അസുഖം, അതനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് തന്നെയാണോ അവിടെ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെയായിരിക്കും അസസർ പൊതുവായിട്ട് നോക്കുന്നത്. E4 വരുമ്പോൾ ദി ഫെസിലിറ്റി ഹാസ് ഡിഫൈൻഡ് പ്രൊസീജിയർ ഫോർ സേഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇതൊന്ന് വായിച്ചു നോക്കും, എല്ലാവർക്കും എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ. ഫെസിലിറ്റി ഫോളോ പ്രോട്ടോകോൾ ഫോർ സേഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ കൊടുക്കുന്ന മെഡിസിൻ എന്താണോ അവിടെ എടുത്ത് കൊടുക്കുന്നത്, ആ 36 മെഡിസിനിൽ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടോ, അതിന് റെക്കോർഡ് റിവ്യൂ അതുപോലെ സ്റ്റാഫ് ഇന്റർവ്യൂ. പിന്നെ അതിൽ നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ്, ടൈം, സിഗ്നേച്ചർ ഇതൊക്കെ ഉണ്ടോ, പിന്നെ അത് എങ്ങനെ കഴിക്കണം എന്ന് എഴുതിയിട്ടുണ്ടോ, അത് സാധാരണക്കാരൻ വായിക്കാൻ പറ്റുന്ന ഇതാണോ, ഇതൊക്കെയാണ് പൊതുവായിട്ട് അവർ ഈ ഇതിൽ വരുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത്.
പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇത് ഡ്രഗിന്റെ എക്സ്പയറി കഴിഞ്ഞതാണോ, അത് അത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഇതിൽ അവരെ നിങ്ങളുടെ നോളജ് അവർ അസസ് ചെയ്യും. പിന്നെ ഇതും ശ്രദ്ധിക്കണേ, 4.2 പ്രോസസ് ഫോർ ഐഡന്റിഫൈങ് ആൻഡ് കോഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹൈ അലേർട്ട് ഡ്രഗ്സ്. നമുക്ക് അത്രയും ഹൈ അലേർട്ട് ഡ്രഗ്സ് നമുക്ക്, ഞാൻ പറഞ്ഞ 104 ഡ്രഗാണ് HWCയിൽ കേരളത്തിന് പുറത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അത്രയും ഹൈ റിസ്ക് ഹൈ അലേർട്ടുള്ള മെഡിസിൻസ് HWCയിൽ വളരെ കുറവാണ്. എന്നാൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് ഹൈ അലേർട്ട് ഡ്രഗ്സ് എന്നുള്ളതും അതിന് സൈഡ് എഫക്ട് എന്തൊക്കെയാന്നുള്ളതും അത് എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കും. കാരണം നമുക്ക് ഇതിൽ അത്ര ഇത് വരുന്നില്ല. കാരണം നമുക്ക് അത്രയും ഡ്രഗ് എന്ത് ചെയ്യുന്നില്ല, കേരളത്തിൽ HWCയിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പേഷ്യൻസിന് HWC വഴി കൊടുക്കുന്നില്ല. ചെക്ക് സ്റ്റാഫ് ഫോളോ 6R ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അത് നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ അസസ്സറെ മുന്നിൽ ഈ ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തില്ല, നമുക്ക് പിന്നെ മുന്നോട്ടുള്ളവരെയാണ് വളരെ ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ റൈറ്റ് പേഷ്യൻ്റ് ആണ്, റൈറ്റ് ഡ്രഗ് ആണ് കൊടുക്കുന്നത്, റൈറ്റ് റൂട്ടാണ്, റൈറ്റ് ടൈം, റൈറ്റ് ഡോസ് ആൻഡ് റൈറ്റ് ഡോക്യുമെന്റേഷൻ. ഈ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് ഏത് വിളിച്ചു ചോദിച്ചാലും അത് നിങ്ങളുടെ ടിപ്പ് ഓഫ് ടങ്ങില് ഈ ആൻസർ ഉണ്ടായിരിക്കണം. E5 ഫോളോ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ് ആൻഡ് എൻഷുർ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്. ഇത് ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അസുഖത്തിനും അതിന്റെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ് പ്രകാരം തന്നെയാണ് HWCയിൽ നിങ്ങൾ സേവനം കൊടുക്കുന്നത്. നമുക്കറിയാം HWCയിൽ അത്ര ഹൈ ആൻഡ് ആന്റിബയോട്ടിക്സും കൂടുതൽ മെഡിസിൻ കൊടുക്കുന്നില്ല. പക്ഷെ ഇത് കോമൺ, ഇത് ഈ ക്ലീനിങ് സർവീസ് എന്ന് പറയുന്നത് ഇപ്പം ഓൾ ഓവർ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. അപ്പൊ ഇതിൽ നമ്മളിത് ഇത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് വരുന്നില്ല, 104 മെഡിസിൻസ് വരാനുള്ള ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ മെഡിസിൻസിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ അതിന്റെ യൂസസും അതിന്റെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. അത് നിങ്ങൾ ഇരിക്കുന്ന ക്ലിനിക്കൽ റൂമിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് പ്രോട്ടോകോൾ ആയിട്ട്, ആൽഗോരിതമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ SOPs ആയിട്ടോ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാവണം. പിന്നെ ഇപ്പം ഒരു HWCയിൽ നമുക്കറിയാം ഒരു CHO, അതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ അല്ലെങ്കിൽ MLSP എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ പറയുന്നത് JH JPC എന്നല്ല പറയപ്പെടുന്നത്. കേരളത്തിന് പുറത്തൊക്കെ അവർ പൊതുവെ പറയുന്നത് മൾട്ടി പർപ്പസ് വർക്കർ മെയിൽ, അത് JHA, മൾട്ടി പർപ്പസ് വർക്കർ ഫീമെയിൽ, അതാണ് JPH, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം പൊതുവെ അവിടുത്തെ ക്ലിനിക്കൽ സർവീസ് മൊത്തം നോക്കുന്നത് CHO അല്ലെങ്കിൽ MLSP ആയിരിക്കും. അപ്പൊ അവർ കൊടുക്കുന്ന അവര് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ആ HWC വരുന്ന അതിന്റെ മദർ PHCയിലെ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യും, അത് മോണിറ്റർ ചെയ്യും. അപ്പം അതും ചെക്ക് ലിസ്റ്റിലുള്ള പോയിന്റ് ആണ്. പീരിയോഡിക് മോണിറ്ററിംഗ് ഓഫ് അതായത് ആ CHO അല്ലെങ്കിൽ MLSP കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ്, ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ആര് റെഫർ ചെയ്യുന്നുണ്ട്, ആര് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് അവിടുത്തെ കൺസേൺ PHCയിലെ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. 6 സ്റ്റാൻഡേർഡ് 6 ആണ്, ആസ് ഡിഫൈൻ ആൻഡ് എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ ഫോർ നഴ്സിംഗ് കെയർ. നിങ്ങൾ HWCയിലാണെങ്കിലും ഹോം ബേസ്ഡ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അത് കറക്റ്റ് ആണോ, അത് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ് പറയുന്ന രൂപത്തിലാണോ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിച്ചിട്ടാണോ, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ സ്റ്റാഫ് ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ചിലപ്പം നിങ്ങളോട് ഇപ്പോൾ നഴ്സിംഗ് കെയർ കൊടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ്, ഡയബറ്റിക് വൂണ്ടാണ് നിങ്ങൾ ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുമ്പോൾ, നിങ്ങൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ ബയോമെഡിക്കൽ വേസ്റ്റിന് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് അത് ഇൻഫെക്ഷൻ കൺട്രോൾ വേറെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ നിങ്ങളോട് ചോദിക്കും.
ഈ മെഷർമെന്റ് എലമെന്റ് ശ്രദ്ധിക്കണേ. 6.2 പ്രിസ്ക്രൈബ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ പെർഫോം ആർ റെക്കോർഡ് ഇൻ പേഷ്യന്റ് റെക്കോർഡ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ OP ടിക്കറ്റിൽ നിങ്ങൾ ആ പേഷ്യന് ഒരു ഡ്രസ്സിങ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റി കൊടുത്തു, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ OP ടിക്കറ്റിലോ ഇതിലോ എന്ത് ചെയ്യണം? നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ആൻഡ് ഡോക്യുമെന്റേഷൻ. അപ്പം ഞാൻ വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണ്, ഈ ഏരിയ ഓഫ് കൺസേൺ ക്ലിനിക്കൽ സർവീസസിലെ നിങ്ങളോട് നിങ്ങളുടെ ഇത് അവർ അസസ് ചെയ്യണത് സ്റ്റാഫ് ഇന്റർവ്യൂ, അല്ലെങ്കിൽ ക്ലയന്റ് ഇന്റർവ്യൂ, അല്ലെങ്കിൽ റെക്കോർഡ് റിവ്യൂ. അപ്പൊ ക്ലയന്റ് ചിലപ്പോൾ അവിടെ ഉണ്ടാവണം എന്നില്ല, പക്ഷെ സ്റ്റാഫ് ഇന്റർവ്യൂ, റെക്കോർഡ് റിവ്യൂലായിരിക്കും അവർ നിങ്ങളുടെ നോളജ് അവർ അസസ് ചെയ്യുന്നത്. 6.3 adequate forms, formats and records are available as per the service mandate. നിങ്ങൾക്ക് ആവശ്യമായ റെക്കോർഡ്സ്, OPD സ്ലിപ്സ്, പിന്നെ റെഫറൽ ഫോംസ്, ആവശ്യമായ റെക്കോർഡ്സ്, ഇതൊക്കെ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. മാത്രമല്ല ഈ റെക്കോർഡ് അപ്ഡേറ്റ് ആണോ എന്ന് പോലും എന്ത് ചെയ്യും, അവർ നോക്കും. മാത്രമല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലത്തുള്ള നിങ്ങൾക്കുള്ള ID നമ്പർ നിങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ, റെക്കോർഡ് നല്ല ഫോർമാറ്റ് ആണോ, രജിസ്റ്റേഴ്സ് ഉണ്ടോ, ഇതൊക്കെയാണ് ഇതിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ The facility has defined and established procedure for emergency care. നമ്മൾ കേരളത്തിന്റെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടുന്ന് ഒരു സബ് സെന്റർ, ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ആന്ധ്രയിൽ ഒരു അസസ്മെന്റ് പോയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചാൽ അവരുടെ മദർ PHCയിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. അവരുടെ ഒരു പോകണമെങ്കിൽ കുറേ ദൂരം യാത്രയാണ്. അപ്പോൾ അവർക്കും അവിടെ എമർജൻസി 108 സർവീസ് ഒക്കെ അവർക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെയൊക്കെ ചില ഏരിയകൾക്കൊക്കെ ചിലപ്പം സ്നേക്ക് ബൈറ്റ് കോമൺ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പേഷ്യന്റ് സ്റ്റേബിൾ ആയുള്ള സൗകര്യങ്ങളൊക്കെ ചില HWCകളിൽ അവർ ചെയ്തു കൊടുക്കും. നമുക്ക് ഇപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവണം, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് 108 വിളിച്ച് പ്രോട്ടോകോൾ ഫസ്റ്റ് എയ്ഡ് സർവീസ് കൊടുക്കാനും എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും അതിന്റെ നോളേജ്, അതിന്റെ പ്രോട്ടോകോൾ എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമ്മളിപ്പോൾ കേരളത്തിൽ സംസ്ഥാനത്ത് ഒരു സ്നേക്ക് ബൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധ്യതയില്ല. ചിലപ്പോൾ വയനാട്, ഇടുക്കി പോലത്തെ ചിലപ്പോൾ എന്ത് വരാം, റിമോട്ടുള്ള HWCകളിലൊക്കെ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല ഇങ്ങനത്തെ കേസ് വരാത്തത് കൊണ്ട് ഞങ്ങൾ പഠിച്ചില്ല എന്നല്ല പറയേണ്ടത്. അതിന്റെ പ്രോട്ടോകോള് നിങ്ങൾ സബ് സെന്ററിൽ നിങ്ങൾ ചുമതല ഉണ്ടായിരിക്കണം. അത് വന്ന് എങ്ങനെ മാനേജ് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ഒരു കാർഡിയാക് അറസ്റ്റോ റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ BLS എങ്ങനെ കൊടുക്കും, എങ്ങനെ കൊടുക്കും, CPR എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അവർ ചോദിക്കും. ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, ചില HSS ഒക്കെ ആണെങ്കിൽ അത് ചെയ്ത് കാണിച്ചു തരാൻ അവർ എന്ത് ചെയ്യും, നിങ്ങളോട് ആവശ്യപ്പെടും. അത് ആവശ്യപ്പെടാം. എങ്ങനെയാണ് ഒരു പേഷ്യന്റ് CPR കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡ്രഗ്സ് ആണ് ആ സമയത്ത് കൊടുക്കേണ്ടതൊക്കെ അവർക്ക് നിങ്ങളോട്. ഇപ്പോൾ നിങ്ങൾ ഒരു പേഷ്യന്റ് പോലും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ HWCയിൽ ചിലപ്പം CPR കൊടുക്കുന്നില്ല. പക്ഷെ അത് ആ സബ് സെന്ററിലെ ടീമിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം. അത് പോട്ടെ, അത് അന്യ ഡ്രൗണിങ് ആണ്, പോയ്സണിങ് ആണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് നിർബന്ധമായിട്ടും പ്രോട്ടോകോൾ പ്രകാരം നിങ്ങളുടെ സബ് സെന്ററിൽ എഴുതിയിരിക്കണം. ഇത് തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പം നമ്മളുടെ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തൊക്കെ ഇത് നന്നായിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാന്, നമ്മുടെ നല്ലൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഈ നമുക്ക് എന്തുണ്ട്, HWCയിലും മാസ് കാഷ്വാലിറ്റി, ഒരു മാസ് കാഷ്വാലിറ്റി ഒന്നും ചിലപ്പോൾ ഇവിടെ വരണമെന്നില്ല, HWC വരുന്നില്ല. പക്ഷേ ആ ടീം എന്തായിരിക്കണം, ആരായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലിനിക്കൽ സർവീസിന്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഒരു പോയിന്റും നമ്മൾ നിന്ന് എന്ത് ചെയ്യുന്നില്ല,
ഈ ഈ ചെക്ക് ലിസ്റ്റിൽ പുറത്തും ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇതിൽ ടെൻഷൻ ആവേ ചെയ്യരുത്. അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ the facility has defined and established procedure for managing clinical guidelines. അപ്പം എനിക്ക് ഈ ക്ലിനിക്കിൽ പറയുന്നത് നിങ്ങൾ LMS പോർട്ടൽ വഴി നമ്മുടെ എല്ലാ നാഷണൽ പ്രോഗ്രാംസും ചെയ്യണം. കുറെ പേര് ചെയ്യുന്ന എനിക്കറിയാം. ചെയ്യാത്തെങ്കിൽ നിങ്ങൾ LMS പോർട്ടലിൽ എല്ലാവരും രജിസ്റ്റർ ക്ലാസ് ഉണ്ട്. നിങ്ങൾ കവർ ചെയ്ത് തീർക്കേണ്ട ക്ലാസ് പറയുന്നത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. പ്രോഗ്രാം നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് ഒഴിവാക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പോസ്റ്റ് അസസ്മെന്റ് എന്ത് ചെയ്യണം, ഇത് വെക്കണം. കാരണം അത് SSSന്റെ ഭാഗമായിട്ട് പ്രോഗ്രാംസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന NBBDC പ്രോഗ്രാമില് എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നത് എന്നെങ്കിൽ ചോദിക്കുമ്പോൾ പറയാൻ പറ്റും. ഇപ്പോ ഫോർ എക്സാമ്പിൾ അവിടെ വരുന്ന അസുഖം, അപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഇപ്പൊ ഡെങ്കിയൊക്കെ മറ്റു അസുഖങ്ങളും വരും. അത് നമുക്ക് അതിനെ പഠിച്ച് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ അവർ എക്സാമിക്കൽ രജിസ്റ്റേഴ്സിൽ ഒരു ഡെങ്കു കേസ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ് അതിന് വ്യക്ത ഒരു അറിവ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതല്ല അത് ഞാൻ ചെയ്യുന്ന ജോലിയല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിൽക്കാൻ ഇത് ടീമാണ്. ഈ ടീം എല്ലാ അവെയർ ആയിരിക്കണം. ഇപ്പൊ ഇതില് നമ്മൾ എടുത്ത് നോക്കും. ഡിക്റ്റേഷൻ ഈസ് ഡൺ ഫോർ മലേറിയ, സ്റ്റാഫ് ഇന്റർവ്യൂ ആൻഡ് റെക്കോർഡ് റിവ്യൂ. അവര് ഈ പറയുന്ന 5 ഒന്ന് വായിച്ചു നോക്കി. ഞാൻ നൈറ്റ് ഹോം വിസിറ്റ് നടത്തിയിട്ടുണ്ടോ, പിന്നെ നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ അവിടെ നടത്തുന്ന ടെസ്റ്റ് ഉണ്ടോ, പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് RDT കിട്ടിയത് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ, അവിടെ കൺഫേം മലേറിയ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മലേറിയ കേസ് ഉണ്ടെങ്കിൽ ഒരു മലേറിയ കേസ് പോസിറ്റീവ് ഏരിയ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇതും ചോദിക്കും നടക്കും. അവർ മലേറിയ എന്ത് ഡ്രഗ് കൊടുക്കുന്നത്, വാക്സിൻ ആൽഗോരിതം എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, എന്തെല്ലാം മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്, അങ്ങനെ ഓരോ പ്രോഗ്രാംസിനും അവർക്ക് എന്ത് ചെയ്യാം. ആ വരുന്ന അസസ്സർ നമുക്ക് അറിയില്ല, മറ്റു സ്റ്റേറ്റിൽ ചിലപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട്സ് ആണ് സ്വാഭാവികമായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുന്ന വിഷയം എന്ന് പറഞ്ഞത് ഈ മേഖലയിൽ കമ്മ്യൂണൽ ഡിസീസ് കാര്യം. അപ്പൊ നിങ്ങളോട് എന്ത് കഴിഞ്ഞ 5 വർഷം അവിടെ ഒറ്റ മലേറിയ കേസ് ആവില്ല. പക്ഷേ ആ വരുന്ന അസസ്സർ ചിലപ്പം ഒരു മലേറിയ ഉള്ള ഏരിയയിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചോദിക്കും ഈ മലേറിയയുടെ ട്രീറ്റ്മെന്റ് എന്താണ്, എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിന്റെ ഏത് ഡ്രഗിന്റെ കോൺട്രാ ഇൻഡക്ഷൻ എന്താണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കുന്നതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ ഞാൻ സ്ലൈഡ് ഞാൻ ജസ്റ്റ് പൊതുവായിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് അടുത്ത പ്രോഗ്രാം NTP, ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രോഗ്രാംസ് ആണ്. ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാണ്, നിങ്ങൾ LMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, NHP പ്രോഗ്രാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അതിന് സർട്ടിഫിക്കറ്റും ഡെവലപ്പ്. ഒരു സംശയമില്ല, ഈ TB പ്രോഗ്രാം അവർ ഡീറ്റെയിൽ A to Z കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഞാൻ അസസ്മെന്റിൽ പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത്
അവിടുത്തെ അവർക്ക് ആകെ ഒരു TB കേസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോയൊരു HWCയിൽ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്. പക്ഷെ ഞാൻ അവിടുത്തെ JPHനോടും CH ഞാൻ ചോദിച്ച ചോദ്യം, ഈ TB പ്രോഗ്രാംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവരോട് എന്ത് ചെയ്തത് ചോദിച്ചത്, അതിന്റെ ഡ്രഗിന്റെ സൈഡ് എഫക്ട്, അതിന്റെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, നിക്ഷയ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു. നിക്ഷയ പോർട്ടലിൽ നമുക്ക് അറിയണമല്ലോ, ഇതൊക്കെ സ്റ്റാഫിൽ വരുന്ന ഭാഗമാണ്. നിങ്ങളുടെ നിക്ഷയ പോർട്ടൽ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ, അതിന്റെ യൂസർ ID പാസ്വേഡ് എങ്ങനെയാണ്, അതൊക്കെ ഞാൻ അവരോട് എന്ത് ചെയ്ത് ചോദിച്ചു. പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് കാർഡ്, പിന്നെ ഫോർട്ട്നൈറ്റ് റിവ്യൂവിന്റെ കാർഡ്, ഇതൊക്കെ അവരോട് എന്ത് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള്, ഇൻഡക്ഷൻ ബേസിൽ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ബേസിൽ എങ്ങനെയാണ് മെഡിസിൻസ് കൊടുക്കുന്നത്, അതൊക്കെ ഞാൻ എന്ത് ചെയ്തതിനു ചോദിച്ചു. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതേപോലെ തന്നെയാണ് ലെപ്രസി പ്രോഗ്രാമിലും. എൻ്റെ ഡീറ്റെയിൽ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒരു ലെപ്രസി കേസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, മൾട്ടി ബാസിലർ ലെപ്രസി ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ പ്രോട്ടോകോൾ പ്രകാരം പഠിച്ചിരിക്കണം. PB കേസ് എന്താണ്, MP കേസ് എന്താണെന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് നമ്മളുടെ LMS പോർട്ടലിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ്, കീപ്പ് ചെയ്യേണ്ട റെക്കോർഡ്സ്, ഫോമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യണം. അടുത്ത പ്രോഗ്രാം നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര കേസസ് ഉണ്ട്, എത്ര ആൾക്ക് ട്രീറ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ എങ്ങനെ, റെഫറൽ സബ്ജക്ട് കേസ് എങ്ങനെ, നിങ്ങൾ കോണ്ടം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ നിങ്ങളുടെ ഗർഭിണികൾക്ക് അടക്കം പിന്നെ അതിന്റെ കൗൺസിലിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണ്, പുതിയ ആളുകളെ, ഹൈ റിസ്ക് ഉള്ള ആളുകളെ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർ HIV ടെസ്റ്റ് റെഫർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ ഈ പ്രോഗ്രാം നിങ്ങളോട് ചോദിക്കുക. പിന്നെ IDSP, ഇതൊന്നും നിങ്ങളോട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് IHCP പ്രോഗ്രാമിൽ നമ്മൾ SFOM കുറിച്ചിട്ട് ഇപ്പൊ ഓൺലൈനാണ്, ഓൾ ഓവർ ഇന്ത്യ ഓൺലൈനാണ്. അപ്പൊ അതിന്റെ നിങ്ങൾ SFOM എൻ്റർ ചെയ്യുന്നത്, അതൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും. അടുത്ത പ്രോഗ്രാം വയലൻസ് കൺട്രോൾ പ്രോഗ്രാം. അപ്പം ഇതിന്റെ നിങ്ങൾക്ക് അവിടെ കേസ് ഉണ്ടെങ്കിലും അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെ കൊടുക്കുന്നത്, റെക്കോർഡ്സ്, ഒരു പോസിറ്റീവ് കേസിന് നിങ്ങൾ എവിടേക്കാണ് റെഫർ ചെയ്യേണ്ടത്, റെഫറൽ രജിസ്റ്റേഴ്സോ കാര്യങ്ങളും, വേറെ വാക്സിൻ ലഭിച്ച ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കിട്ടിയതാണോ, അതൊക്കെ അവർ പിന്നെ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടെങ്കിൽ അതായത് അവർക്ക് എവിടെ നിന്നാണ് ഇത് വാക്സിൻ കിട്ടിയത്, ഒരു ഐറിസ് ഗ്രൂപ്പ് ആണോ, അപ്പൊ അതൊക്കെ നമ്മളോട് എന്താണ് ഈ ഓരോ പ്രോഗ്രാംസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ലിസ്റ്റിലുള്ള കാര്യമാണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള റെക്കോർഡ്, ആ ചെക്ക് ലിസ്റ്റിൽ എന്താണോ പറയുന്നത് ആദ്യമായി റെക്കോർഡ്സ് എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ നോൺ കമ്മ്യൂണൽ ഡിസീസ് പ്രോഗ്രാം, അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഈ ഇതിലാണ് ചെക്ക് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾ ഓവർ കേരളം നമ്മൾ ശൈലി ആപ്പ് വഴി നമ്മൾ എല്ലാ സ്ക്രീനിങ് 30 വയസ്സ് എല്ലാവരുടെയും സ്ക്രീനിങ് പൂർത്തീകരിച്ച്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഡയബറ്റിക് ഉണ്ടോ, ക്യാൻസർ സ്ക്രീനിങ് ഒക്കെ നടത്തി. അപ്പം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങള് അതിന്റെ പുതിയ കേസിനെ കണ്ടെത്തുന്നു, ഓൾറെഡി പോസിറ്റീവായ കേസസിന്റെ ഫോളോ അപ്പ് നടത്തും. ഇതൊക്കെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്, റെക്കോർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ ക്ലിനിക്കൽ സർവീസ് എന്ന് പറയുന്നത്. ഇത് പക്ക റെക്കോർഡ് സ്റ്റാഫ് ഇന്റർവ്യൂ ആയതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, ഇത് ഓൾറെഡി നിങ്ങൾ റൂട്ടീനായി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് അതിന് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാറ്റഗറിയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ചോദിക്കും, നിങ്ങൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ, എങ്ങനെയാണ് ഒരു ഹൈപ്പർ ടെൻഷൻ കേസ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നത്, ഒരു ഡയബറ്റിക് കേസ് നിങ്ങൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, അത് തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾ പേഷ്യന്റ് എപ്പോഴാണ് റെഫർ ചെയ്യേണ്ടത്, ഇതൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് ഈ മെഷർമെന്റ് എലിമെന്റ്സിൽ നിങ്ങളോട് അവർ ചോദിക്കുന്നത്. പിന്നെ അതിന്റെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്, കാരണം ഇതൊക്കെ റുട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഹൈപ്പർ ടെൻഷന്റെ റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ എന്തൊക്കെയാന്ന് അവർ ചോദിക്കും. പക്ഷെ ഇപ്പം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു അസസർ വന്നിട്ട് എന്താണ് ഹൈ റിസ്ക് ഓഫ് ഹൈപ്പർ ടെൻഷൻ ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ടാവും, അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കില്ല. പക്ഷെ നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് സർ ഇതാണ് ഇന്ന പോയിന്റ്, ഓവർ വെയിറ്റ് ഒബസിറ്റി ആണ്, അങ്ങനെ നമ്മളെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ, അതൊക്കെ
നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആ വേ ഓഫ് ആൻസറിങ് തന്നെ നമുക്ക് ആ കോൺഫിഡൻറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ഒരു മാർക്ക് അവരെന്ത് ചെയ്യില്ല, വെട്ടിക്കുറക്കില്ല. അടുത്തത് ഡയബറ്റീസ്. നേരത്തെ ഹൈപ്പർ ടെൻഷൻ പറഞ്ഞു, ഡയബറ്റീസ് ഇത് ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് കേസ് ഹൈ റിസ്കുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കുന്നത്, ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്താണെന്ന് ചോദിക്കും. അപ്പൊ അതിൽ എപ്പോഴാണ് നിങ്ങൾ പേഷ്യന്റിന് നെഫ്രോപ്പതി അതൊക്കെ നിങ്ങളോട് ചോദിക്കും. കാരണം അതിന് ട്രീറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരു എച്ച് കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവര് നിങ്ങളോട് ഇതൊക്കെ ചോദിക്കും, എന്തൊക്കെയാണ് ഒരു ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ, ഹൈപ്പോഗ്ലൈസിയം വന്നു കഴിഞ്ഞാൽ അതിന് സിംറ്റംസ് എന്തായിരിക്കും എന്നൊക്കെ അവർ നിങ്ങളോട് എന്ത് ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഒരു ഫസ്റ്റ് എയ്ഡ് പറഞ്ഞു കൊടുക്കാന്നൊക്കെ അവർക്ക് നിങ്ങൾ ചോദിക്കാം. പിന്നെ ഒബിസിറ്റി, ഡിസ്ലിപ്പിഡിമിനിയ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ നോൺ കമ്മ്യൂണിറ്റി ഡിസീസ് പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സബ് സെന്ററിൽ ഇത് ടീം വർക്കായി വർക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമുക്ക് നോൺ ഡിസീസ് ആണ്, അത് എങ്ങനെ അത് വരാതെ എങ്ങനെ നോക്കാം എന്നുള്ള അവയർനെസ് ക്ലാസ് നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നത്, ഫീൽഡ് ലെവൽ നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നത്, നിങ്ങൾ HWC എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, എന്തെല്ലാം പ്രോഗ്രാംസ് നിങ്ങൾ അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതിന്റെ റെക്കോർഡ്സ് ഉണ്ടോ, സ്റ്റാഫിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് ചോദിക്കാം. പിന്നെ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം നമുക്കറിയാം. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, ഓറൽ ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഇതൊക്കെ നമ്മൾ ശൈലി ആപ്പ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കറിയാം, നമ്മളിങ്ങനെ സ്ക്രീനിങ് നടത്തുമ്പോൾ നമുക്കൊരു സസ്പെക്റ്റഡ് കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഫറൽ വെച്ചിട്ട് നമ്മുടെ PHCയിലേക്കോ CHCയിലേക്കോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ജീവനക്കാർ അറിഞ്ഞിരിക്കണം ഓരോ ക്യാൻസറിന്റെ അതിന്റെ ബേസിക് സയൻസ് ആൻഡ് സിംറ്റംസ് എന്താന്നുള്ളത് അവർക്ക് നിങ്ങളോട് ചോദിക്കും. അതിനുള്ള ഉത്തരം നമ്മളുടെ ടിപ്പ് ഓഫ് ടങ് നമ്മൾ നാളുണ്ടായിരിക്കുന്നതാണ്. സർ ഇന്നതാണ് ഇന്ന അസുഖത്തിനത്, ഞങ്ങൾ ഇവിടെ ഇത്ര കേസ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര കേസ് സസ്പെക്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ അതിൽ പിന്നെ ഇന്ന ഇത് വെച്ച് ഞങ്ങൾ പേഷ്യന്റിനെ ഞങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്ക്രീനിങ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല. ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ബ്രസ്റ്റ് എക്സാമിനേഷൻ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഒരു സബ് സെന്ററിൽ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡ്രഗ് അഡിക്ഷൻ, ടൊബാക്കോ സെഷൻ, ഇതിനെ കുറിച്ച് ഇപ്പം നമ്മളല്ലോ ഇതൊക്കെ വരുന്നത് നോൺ കമ്മ്യൂണിറ്റി സെൻട്രൽ പ്രോഗ്രാമിലായതുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ്, IBCs ആക്ടിവിറ്റീസിന്റെ എന്തൊക്കെയാണ് അവിടെ നടത്തുന്നതെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ റൂട്ടീനായിട്ട് നിങ്ങൾ ഒരു ഓൾറെഡി നടക്കുന്ന പ്രോഗ്രാംസ് ആണ്. എനിക്ക് പല HW ഞാൻ പോയിട്ടുണ്ട് വയനാടിന് പുറത്തൊക്കെ. അപ്പോൾ അവിടുത്തെ ടീമിന്റെ ഇതനുസരിച്ചിട്ട് അവർ വ്യത്യസ്തമായിട്ട് പല പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഒരു ICDC ആക്ടിവിറ്റീസ് നടത്തുന്നത് ഞാൻ പല HWC ഞാൻ കണ്ടിട്ടുണ്ട്. PHCയിലടക്കം വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് നടക്കും. അതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഇപ്പോ ഇത് പല സ്ഥലങ്ങളിലും ഇതിപ്പോ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ ഒരു ഹെൽത്ത് സിസ്റ്റത്തില് മോഡേൺ മെഡിസിനും ആയുർവേദവും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ പുറത്ത് ഒക്കെ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് ഈ ആയുഷും മോഡേൺ മെഡിസിനൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആളുകൾക്ക് യോഗ കൊടുക്കും. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പഞ്ചായത്തിലെ ആയുർവേദ ഓഫീസുമായിട്ട് സഹകരിച്ചിട്ട് അവിടുത്തെ യോഗ ഇൻസ്ട്രക്ടർ വെച്ച് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ HWCയിൽ നമുക്ക് യോഗ സെക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഔട്ട്ഡോർ ജിം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ് സെന്ററിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഔട്ട്ഡോർ ജിം സെറ്റ് ചെയ്തിട്ട് എക്യുപ്മെന്റ്സ് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് എന്ത് ചെയ്യും, HWCയിലെ കീഴിൽ വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ക്ലാസ്സസും എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വെൽനസ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇതിൽ പറയുന്നത്.
പിന്നെ ഇപ്പൊ ഇതിൽ വരുന്നത് ഇപ്പം ചെക്ക് സ്റ്റാഫ് കൗൺസിൽ മദർ ഫോർ ന്യൂട്രീഷൻ ഡയറ്റ് ഡ്യൂറിങ് ഫസ്റ്റ് 1000 days ഓഫ് ലൈഫ്. അപ്പം ഇതൊക്കെ നമ്മളെ റുട്ടീനായിട്ട് നമ്മൾ ഒരു ഗർഭിണിക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഒരു ഫീഡിങ് ബേബിയുടെ മദറാണെങ്കിൽ ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങേ പാടുള്ളൂ, അതിന് ഇടയ്ക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ റൂട്ടീനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം. അത് അവർ ചോദിക്കും നിങ്ങളോട്, നിങ്ങൾ എന്തൊക്കെയാണ് ന്യൂട്രിയൈജിസ്റ്റ് നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് ഒരു അമ്മക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദറിന് നിങ്ങൾ എന്ത് അഡ്വൈസ് കൊടുക്കുന്ന ചോദിക്കുമ്പോൾ അത് പോയിന്റ് വൈസ് പറയാനുള്ള ആ സമയത്ത് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ നമ്മുടെ ഡാറ്റ എന്തായിരിക്കണം, പക്കായിരിക്കണം. ഇത് ഇപ്പോൾ കോംപ്ലിമെന്ററി ഫീഡ്സ് ഉണ്ടാക്കുന്ന അമ്മമാര് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും എന്താ പറഞ്ഞത്, ഇതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ റൂട്ടീനായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾ കറക്റ്റ് ഓൾറെഡി ചെയ്യുന്നു, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കും. പിന്നെ ഇവിടെ എന്താ, അത് പല അസസസും ചോദിക്കുന്ന മെയിൻ പോയിന്റ് ആണ് ഫുഡ് പിരമിഡ് എന്താണ്, കുറിച്ച് കറക്റ്റ് ഹെൽത്തി ഡയറ്റ് എന്താണെന്നൊക്കെ അവർ ബാലൻസ് വാട്ട് ഇസ് ഡയറ്റ് ഒക്കെയാണ് അവർ ചിലപ്പോൾ നിങ്ങളോട് വന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം. പിന്നെ ഇതില് ഫുഡ് ആൻഡ് സേഫ്റ്റിയിലെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ പറ്റുക, ഫുഡ് മായം കലർന്നതാണോ, അല്ലെങ്കിൽ അത് അങ്ങനെ കേൾക്കാൻ പാടില്ല. പിന്നെ ഒരു ഭക്ഷണം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അത് ഫുഡ് പോയിസണിങ് അടിക്കാത്ത രൂപത്തിൽ എങ്ങനെയാണ് ഒരു ഭക്ഷണം കുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഒരു ജനറൽ അഡ്വൈസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാൻ കഴിയണം. അടുത്തത് സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഫെസിലിറ്റി ഹാസ് എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ ഫോർ കെയർ ഓഫ് ന്യൂ ബോൺ ഇൻ ഇൻഫന്റ് ചൈൽഡ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ്. ഇതാണ് സ്റ്റാൻഡേർഡ് 13 വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ E13 to E18 അത് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് RMNCHA. അപ്പം നമ്മള് റൂട്ടീനായിട്ട് നമ്മൾ കാണുന്നതാണ്, ഒരു സ്ത്രീ അവൾ ഗർഭിണി ആയത് മുതൽ അവൾ ആന്റിനേറ്റൽ പീരീഡ്, പോസ്റ്റ്നേറ്റല്, ആ കുട്ടി, ആ ഇൻഫന്റ് ബേബി, അപ്പൊ അവർക്കൊക്കെ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ വയനാട് ആണെങ്കിലും പാലക്കാട് ആ ചില ഏരിയകളിലൊക്കെ ഇൻഫന്റ് ഡെത്ത് ഇപ്പോഴും കാണുന്നുണ്ട്, ട്രൈബൽ ബെൽറ്റിലൊക്കെ. അപ്പം ഫോർ എക്സാമ്പിൾ അങ്ങ് സ്ഥലങ്ങളിലൊക്കെ ആണ് ഒരു അസസർ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എത്ര ഡെലിവറി ഉണ്ടായിട്ടുണ്ട്, അതിൽ എത്ര ലോ ബർത്ത് വെയിറ്റ് ഉണ്ട്, എത്ര ഇൻഫന്റ് ഡെത്ത് ഉണ്ട് ചോദിക്കുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡേഞ്ചർ സൈൻ ഓഫ് ന്യൂ ബോൺ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, നിങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കി. കാരണം അതറിഞ്ഞ് നമുക്ക് ആ പേഷ്യന്റിനെ റെഫർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇത് അവര് ചോദിക്കാൻ ഒരു സംശയമില്ല, അവർ നിങ്ങൾ എന്തായാലും ചോദിക്കും, എന്താണ് ഡേഞ്ചർ സൈൻ, നിങ്ങൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നത്, ഇതൊക്കെ അവരെന്ത് ചെയ്യും, ഇതിൽ ചോദിക്കും. ഇനി വാക്സിന്റെ കാര്യത്തിലേക്ക് വരുന്നത് E13.8. ഇപ്പം ഈ HWCയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട JPHന്മാരോട് ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഏത് സമയത്തും എപ്പോൾ വിളിച്ചു ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും. കാരണം വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഇതിനെക്കുറിച്ച് നന്നായിട്ടൊരു അവയർനെസ് നിങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള MLHPക്കും JHIക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. കാരണം വാക്സിൻ കൊടുക്കുന്നതും കുത്തുന്നതും നിങ്ങളാണ്, പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ JHI ആണെങ്കിൽ പോലും ഓരോ വാക്സിന്റെ കാര്യങ്ങളും റൂട്ടോ അഡ്മിനിസ്ട്രേഷൻ അടക്കം എന്ത് ചെയ്യണം, നിങ്ങളെ ടീം എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഇതിലേക്ക് അധികം കടക്കുന്നില്ല. ഇത് ഓരോ വാക്സിൻ സ്റ്റോറേജും മറ്റു അനുബന്ധ കാര്യങ്ങളാണ്. അത് നിങ്ങളോട് നിർബന്ധമായിട്ട് നിങ്ങളോട് ചോദിക്കും. ചിലപ്പോൾ അത് ചോദിക്കുന്ന ചിലപ്പം ജയിപ്പിച്ചതായിരിക്കും, ഒരിക്കലും എന്തില്ല, നിർബന്ധമില്ല. പിന്നെ അവർ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ് AFI,
ക്ലാസിഫിക്കേഷൻ ഓഫ് VFI നിർബന്ധം വെച്ചിട്ട് അവർ ചോദിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിഞ്ഞ 6 മാസത്തെ റെക്കോർഡ് അവർ എടുക്കുക വെക്കും. നിങ്ങൾ AF കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതിന്റെ ഫോളോ അപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഓരോ ഔട്ട്രീ സെക്ഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ എമർജൻസി കിറ്റിൽ ഉണ്ടാക്കേണ്ട മെഡിസിൻ ഏതൊക്കെയാണ്, ആ മെഡിസിനിൽ ആ കിറ്റിൽ ഉണ്ടായിരിക്കുന്ന മെഡിസിൻ ഏതൊക്കെയാണ്, അതൊക്കെ അവരെന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും. അതിൻ്റെയൊക്കെ ഡാറ്റയും അതിൻ്റെയൊക്കെ പ്രോട്ടോകോളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ സ്ലൈഡും സ്പീഡിലേക്ക് അടിച്ചു, സമയം 3:15 പെട്ടെന്ന് അടിച്ചു പോവുകയാണ്. ഇതൊക്കെ ഈ റൂട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. വാക്സിനെ കുറിച്ചുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്. വാക്സിൻ ഇപ്പൊ ഇതിൽ വരുമ്പോൾ നിങ്ങൾ യുവിൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം അടക്കം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡായി പോവാണ്. AFനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന് റെക്കോർഡ്, ചിലപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ എത്ര കേസ്, അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തെ നിങ്ങൾ എത്ര കേസ് റിപ്പോർട്ട് ചെയ്തതൊക്കെ നിങ്ങളുടെ റെക്കോർഡ് രജിസ്റ്റർ വെച്ച് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. അടുത്തൊരു കേസ് നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് ഓഫ് ഡയറിയ. കാരണം ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു അസസർ ആണെങ്കിൽ ബന്ധമായിട്ടും അവര് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. എങ്ങനെയാണ് ഒരു ഡയറിയ കേസ് നിങ്ങൾ മാനേജ് ചെയ്യുക? നമ്മൾ സംസ്ഥാനം നമുക്ക് നല്ല വ്യക്തമായ നല്ല അടിപൊളി പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഓരോരുത്തരും അത് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ARI കേസസ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതൊക്കെ അതായത് സീരിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല ആന്റിബയോട്ടിക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ HMCയിൽ കൊടുക്കുന്നില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക് അടക്കം HWCയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മാം കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ റെഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നമുക്ക് അതിന്റെ റെക്കോർഡും റെഫറൽ ലിങ്കേജ്, എസ്പെഷ്യലി ഫോർ സാമാം കുട്ടികൾക്ക് RBS കെയർ സ്കീമായിട്ട് നമ്മൾ എങ്ങനെ ലിങ്കേജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും. അടുത്ത ഇതിൽ വരുന്നത് E14 വരുന്നത് എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ ഫോർ ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസ്. ഒരു എലിജിബിൾ കപ്പിളിന് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഒരു ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റാഫ് ഇസ് അവെയർ ഓഫ് മെത്തേഡ് ഓഫ് സ്പെസിഫിക് കൗൺസിലിംഗ് അപ്രോച്ച് അല്ലെ. ചിലപ്പം അത് ഒരു ക്ലൈന്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആ പേഷ്യൻ്റ് ഒരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടുന്ന് ഫാമിലി പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സർവീസസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യാം, അവർക്ക് നിങ്ങളോട് ചോദിക്കുക. ഏതൊക്കെ തരത്തിലുള്ള എന്തെല്ലാം ആണ് ഓരോന്ന് ഇവിടെ അവൈലബിൾ ഉള്ളത്, ഓരോന്ന് സൈഡ് എഫക്ട് എന്തൊക്കെയാ എന്നുള്ളതും അവർ നിങ്ങളോട് ചോദിക്കും. OC പിൽസ്, നോൺ ഹോർമോണൽ പിൽസ്, എമർജൻസി കോൺസെപ്റ്റ് പിൽസ്, കമ്പനി ഓറൽ പിൽസ്, ECP, ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇത് എപ്പോഴൊക്കെ കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെ എടുക്കേണ്ടതൊക്കെ എന്ത് ചെയ്യും, അവർ നിങ്ങളോട് ചോദിക്കും. പിന്നെ IUCD കുറിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ പല HWCകളിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, IUCD ഇൻസെഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യാണ്, അവരുടെ മദർ പീസിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട് IUCD ഇൻസെഷന് വേണ്ടിയിട്ട്. അടുത്തതിലേക്ക് വരുമ്പോൾ അഡലസൻ സ്റ്റാൻഡേർഡ് 15 വരുന്നത് അഡൽസൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഇവിടെയാണ് നമ്മൾ RKSK കൗൺസിലിന്റെയും പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ റിപ്രൊഡക്റ്റീവ് ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ്, എന്തെല്ലാം അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അവരുടെ അനീമിയ എങ്ങനെ, ന്യൂട്രീഷൻ അനീമിയ, ഇതൊക്കെയാണല്ലോ ഒരു അഡലസന്റ് ഏജ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങളാണല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെ വീക്കിലി IF കൊടുക്കുന്നത്, അവർ കൗൺസിലിംഗ് കൊടുക്കുന്നത്, അവർക്ക് 10ാം വയസ്സിൽ 16 വയസ്സിൽ TT കൊടുക്കുന്നത് എങ്ങനെ കാര്യങ്ങള്, പിന്നെ അവരുടെ റെഫറൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നപ്പോൾ അവർ കൂടുതൽ കൗൺസിലിംഗ്, RKS കൗൺസിലിംഗ്, ഇതൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. ഇനി 16, ഞാൻ വീണ്ടും പറയാണ്, ഈ 13 തൊട്ടിട്ട് ഈ 18 വരെയുള്ള സെക്ഷന് നിങ്ങൾ റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ നിലവിൽ സബ്സ്റ്റൻഷ്യൽ ഏറ്റവും നന്നായി നടക്കുന്ന പ്രോഗ്രാംസ് ആണ് RMC പ്രോഗ്രാം. അപ്പൊ നിങ്ങൾ എല്ലാവരും തറവായിരിക്കും, അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും നിങ്ങൾ
അത് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റൂട്ടിനെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അത് ഒന്നും കൂടെ നോക്കി നമ്മളെ റെക്കോർഡ്സ് എല്ലാം പക്കയല്ല എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. ഈ 16 വരുന്നത് ANC കെയർ ആണ്. നമുക്കറിയാം, നമ്മൾ RCS പോർട്ടലായിരിക്കും അവർ ആദ്യം നിങ്ങളോട് ചോദിക്കുക സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി എത്ര ഉണ്ട് ചോദിക്കും. പിന്നെ നിങ്ങൾ MCP കാർഡ് കൊടുക്കുന്നത് അത് അപ്ഡേറ്റ് ആണോ എന്നൊക്കെ ജസ്റ്റ് ആ അമ്മയുടെ പേര് മാത്രം എഴുതിയ കാര്യം, ആ റൂട്ടിനെ നിങ്ങൾ അത് കണ്ട് പരിശോധിച്ച് നിങ്ങൾ അതിന് ആവശ്യമായ ഡാറ്റ എൻട്രി നടത്തുന്നുണ്ടെന്നടക്കം അവരെന്ത് ചെയ്യും, അവർ അസസ് ചെയ്ത് നോക്കിയിട്ടായിരിക്കും അവർ നിങ്ങളുടെ സേവനം കൊടുക്കുന്ന തൃപ്തിയാണ് അവർ അസസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ANC കയറും, അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, റൂട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് പക്ക ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ മിനിമം 4 ANC വിസിറ്റ് വേണം എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കൊടുക്കുന്നത് കറക്റ്റ് ആണോ, അതിൽ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, അത് ആസ്പോർട്ടിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഒക്കെ അവരെന്ത് ചെയ്യും, ഇതിൽ ചെക്ക് ചെയ്യും. നിങ്ങളുടെ HB നോക്കുന്നത്, ഇപ്പോൾ ഒരു HWC ആണെങ്കിൽ നിങ്ങളുടെ യൂറിൻ ആൽബം ചെക്ക് ചെയ്യാം, നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യാം. പിന്നെ അവർക്ക് ഒരു മലേറിയ പ്രോൺ ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്ന RD ടിക്കറ്റ് വെച്ച് അവർ മലേറിയ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം അവർ വരുമ്പോൾ അവർ HB റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അവരെന്ത് ചെയ്യും, റെക്കോർഡ് റിവ്യൂവിൽ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻ, എന്താണ് പ്രീ എക്ലാംഷ്യ, എന്തൊക്കെയാണ് സിംറ്റംസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. E80 the facility has established procedure for postnatal care. ആ അമ്മ അവർക്ക് കിട്ടുന്ന പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ച്, പിന്നെ ബ്രസ്റ്റ് എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ്നേറ്റൽ കെയർ ചെക്ക് ലിസ്റ്റിൽ പൊതുവായിട്ട് വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻസ് ഡ്യൂറിങ് പോസ്റ്റ്നേറ്റൽ പീരീഡ്, എക്സസീവ് PV ബ്ലീഡിങ് ഉണ്ടോ, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് അത് നിങ്ങൾ അവെയർ ആയാൽ മാത്രമല്ലേ നിങ്ങൾ അവർ കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ E80 വരുന്നത് എന്താണ്, പോസ്റ്റ് നേറ്റൽ കെയർ ആണ്.